നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ തേടി ഒരു സന്തോഷ വാർത്ത. അതെ, ദുബായിൽ ഫ്ളാറ്റുകളിലും വാടക കെട്ടിടങ്ങളിലും മറ്റും താമസിക്കുന്നവർ തങ്ങളുടെ കൂടെ താമസിക്കുന്നവരുടെ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമത്തിൽ ഇളവുമായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം താമസിക്കുന്നവരുടെ എണ്ണം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയെന്നും പേരുവിവരങ്ങളോ എമിറേറ്റ്സ് ID കാർഡ് നമ്പറോ നൽകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. കൂടെ താമസിക്കുന്നവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഇളവുമായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രജിസ്റ്റർ നടത്തുന്നതിനുള്ള സമയപരിധിയിൽ ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. നേരത്തെ 2 ആഴ്ചയ്ക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും അല്ലാത്തവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നുമായിരുന്നു അധികൃതരുടെ മുന്നറിയിപ്പ്. കെട്ടിടം വാടകയ്ക്കെടുത്തവരും സ്വന്തമായി കെട്ടിടമുള്ളവരും തങ്ങളുടെ കൂടെ കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിരുന്നു നിർദ്ദേശം. അവരുടെ പേര്, എമിറേറ്റ്സ് ID നമ്പർ, പാസ്പോർട്ട് നമ്പർ, ജനനത്തീയതി തുടങ്ങിയ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു കഴിഞ്ഞ മാസം 23-ന് പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഒപ്പം കഴിയുന്നവരുടെ എണ്ണം രജിസ്റ്റർ ചെയ്യൽ മാത്രമേ നിർബന്ധമുള്ളൂ എന്നതാണ് പുതിയ അറിയിപ്പ്. രാജ്യത്തെ ജനങ്ങൾക്ക് മികച്ചതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രജിസ്ട്രേഷൻ നടപടിയെന്നും അധികൃതർ അറിയിച്ചു. ഓരോ കെട്ടിടത്തിലും ആരൊക്കെ താമസിക്കുന്നുവെന്നും ശേഷിയിൽ കൂടുതൽ പേർ താമസിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് പദ്ധതിയെന്നും ഡിപ്പാർട്ട്മെന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദുബായ് റെസ്റ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ വാടക കരാറിൽ ഒപ്പം താമസിക്കുന്നവരുടെ എണ്ണം കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെടും. താമസക്കാരനും ഒപ്പം താമസിക്കുന്നവർക്കും താമസരേഖയ്ക്കും മേൽവിലാസത്തിനുമുള്ള തെളിവായി ഈ വാടക കരാർ ഉപയോഗിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ദുബായ് RTA സ്വന്തമായി വികസിപ്പിച്ച സെൽഫ് ഡ്രൈവിംഗ് ക്രൂസ് ഇലക്ട്രിക് വാഹനം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന ജിറ്റെക്സ് 2022-ന്റെ 42ാമത് പതിപ്പിൽ പ്രദർശിപ്പിക്കും. ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് വാഹനം പ്രദർശിപ്പിക്കുന്നത്. രാജ്യത്ത് കൂടുതൽ ഡിജിറ്റൽ പരിവർത്തനം എന്ന ലക്ഷ്യവുമായാണ് ഇത്തരമൊരു പദ്ധതിയുമായി ദുബായ് RTA മുന്നോട്ട് വന്നിരിക്കുന്നത്. ഉപഭോക്തൃ സേവന നിലവാരവും പ്രവർത്തനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇനിയും നിരവധി പദ്ധതികൾ കൊണ്ടുവരാനാണ് ദുബായ് RTA ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.